ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ഗർഭിണിയായ ദളിത് യുവതിയുടെ വീട് കയറിയ RSS ആക്രമണം. അഞ്ജലി, സഹോദരന്മാരായ അജിത്, അഭിജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. 20ഓളം പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിൽ. വിവരങ്ങളുമായി അരുൺ സോളമനാണ് ചേരുന്നത്. അരുൺ, എന്തിനാണ് ഈ ആക്രമണം നടത്തിയത്? ഈ 20 പേരാരൊക്കെയാണ്? ഇതാണ് മാറാത്തത് മാറും. BJP വന്ന കേരളം മാറാത്തത് മാറും. മുൻപുണ്ടായിരുന്നത് എന്നായിരുന്നു? വഴിമുട്ടിയ കേരളം വഴി കാട്ടാൻ BJP. അപ്പോൾ ശരിക്കും കണ്ടു മാറാത്തതൊക്കെ. ഇപ്പം എന്താണ് ഇവിടെ മാറ്റം വന്നതെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതുപോലെ തന്നെയാണ് നന്ദവും ഭജൻസിനെതിരെ മറ്റേ വിഷകല ടീച്ചർ പറഞ്ഞത്. എന്നാ ചിക്കൻ മസാല പായസത്തിലിടില്ല, അങ്ങനെയൊക്കെ എന്തോ ഒരു രീതിക്കൊക്കെ പറഞ്ഞ് വർഗീയത സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ഇപ്പം എണ്ണി പറയുകയാണെങ്കിൽ ഇവർക്ക് ഇവിടെ എന്താണ് മാറ്റം ഇവർ കൊണ്ടുവരണേന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം എന്നെ ആയിരുന്നാലും വേറൊരാൾ അഭിലാഷ് എന്ന് പറഞ്ഞ നമ്മുടെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, വ്ളോഗറൊക്കെ ആയിരുന്ന അഭിലാഷ്, അദ്ദേഹത്തിനോട് ഇതേ ഒരു ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ആവർത്തിച്ച് പറയുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞ മറുപടി തന്നെയാണ്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷമായി, ഇത്രത്തോളം വർഷങ്ങളായി, അത്ര വർഷങ്ങൾക്കായിരുന്നിട്ട് പോലും BJP മാത്രം കേരളത്തിൽ അങ്ങനെ അധികാരം നേടിയിട്ടില്ല. എന്തുകൊണ്ടാണ്? അത് അവർക്കറിയാം. കാരണം സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ വർഗീയത നടത്തിയിട്ടുള്ളത് BJP പാർട്ടിക്കാരാണ്. അതായത് അറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ അറിയാം. സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് ശേഷം ഇവരുടെ കലാപാതമൊക്കെയാണ് ഇപ്പോൾ എമ്പുരാനൊക്കെ വൻ വിവാദമൊക്കെ ആയത്. എന്നിരുന്നാൽ പോലും ഈ കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതും എത്ര വലിയ ആൾക്കാരെയാണെങ്കിൽ ഇങ്ങനെ കയറി വർഗീയ ആക്രമണം അതിപ്പോഴും ഇനി അത് നമ്മുടെ കേരളത്തിൽ നടത്താൻ നമ്മൾ സമ്മതിക്കില്ല. കാരണം നമ്മൾ അന്ന് ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത് കണ്ടാണ്. അതൊരു മനോഹരമായൊരു കാഴ്ചയായിരുന്നു. ഒരു വാർത്താ സമ്മേളനം, അതായത് പത്രങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പോൾ ഉസ്താദിൻ്റെ തോളത്ത് അച്ഛനും, അതായത് പള്ളിയിലച്ഛനും ഒരു പൂജാരിയും, അതായത് സ്വാമി, മഠത്തിൽ സഹകരിക്കുന്ന സ്വാമിയും തോളത്ത് കയ്യിലിട്ടുന്ന നല്ല സുന്ദരമായ കാഴ്ച. അങ്ങനെയൊക്കെയുള്ള മത സൗഹാർദ്ദമുള്ള നമ്മുടെ നാടിനൊക്കെ ഇത്തരം വർഗീയ ശക്തികൾ ഒരിക്കലും വർഗീയ ശക്തികളെ തിരഞ്ഞെടുത്ത് നമ്മുടെ നാട് നശിപ്പിക്കാൻ അവസരങ്ങൾ കൊടുക്കരുത്. തീർച്ചയായിട്ടും ഇത്രയും സ്വാതന്ത്ര്യ സമരം ചെയ്ത് ഇത്ര വർഷമായിരുന്നിട്ടും ഇതേപോലെ തന്നെ കീപ്പ് ചെയ്യുക. കാരണം മറ്റു പാർട്ടികൾ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, മറ്റു പാർട്ടിക്കാർ പെർഫെക്റ്റ് ആണെന്നുള്ളത്. പക്ഷേ ഇവരുടെ അത്രയും ക്രൂരതയും വർഗീയതയും അത് വളരെ കുറവാണ് BJP അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ.